നബിമാരായി അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ട ചില ആളുകളെ VIP-കളായി അള്ളാഹു യസ്തഫി, അള്ളാഹു മുസ്തഫമാരാക്കി മാറ്റിയ ചില ആളുകളെ തെരഞ്ഞെടുക്കാൻ. അത് നമ്മൾ വാശി പിടിച്ചാൽ നടക്കൂല. എന്നാ പിന്നെ ഒരു സഹാബി ആയാലോ? നടക്കുവോ? ഒരു സഹാബിയാകണമെന്ന മോഹം ഉണ്ടെങ്കിൽ നമ്മൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദ്വാരെന്നാലും അള്ളാഹു സ്വീകരിക്കുവോ? നടക്കാത്ത കാര്യം എന്തിനാ ദ്വാരക്കുന്നത്? ദ്വാ ചെയ്യുന്നതിന് കൂലി കിട്ടും. മുഹാലായത് ദ്വാരക്കാൻ പാടില്ല, മുഹാലായത് ദ്വാരക്കാൻ പാടില്ല. സഹാബിയാകാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ മുഅ്മിനായ നിലയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ കഴിഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ ദറജ അല്പം കൂടെ താഴോട്ട് വന്നിട്ടൊരു താബി ആയാലോ? നടക്കില്ല. കാരണം സഹാബാക്കളിൽ ഒരാളോടൊപ്പമെങ്കിലും ജീവിച്ചിരിക്കണം. എന്നാ പിന്നെ തബഅ താബി ആയാലോ? അത് തീരെ നടപ്പില്ല. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പദവി ഏതെന്നറിയോ? ഏത് പദവിയാ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടാൻ കഴിയും. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും വലിയാകാം, നമുക്കും വലിയാകാം. ഇത് ഉറക്കത്തി വലിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്പ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് വലിയാകാൻ പറ്റും. അതെങ്ങനെ പറ്റും? അതാണ് ഇന്നത്തെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഫിയാൻ ബിൻ അബ്ദുല്ല എന്ന സഹാബി ചെന്നിട്ട് ചോദിച്ചു, നബിയെ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാചകം, ലാ അസ്അലു അഹദൻ ഗൈറക, അങ്ങയോട് ചോദിച്ചതുപോലെ ഇനി ഒരാളോടും എനിക്ക് ചോദിക്കേണ്ടി വരരുത്. അങ്ങനത്തെ ഒരു വാചകം എനിക്ക് പറഞ്ഞതാ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാഹ്, ഞാൻ മുഅ്മിനാണെന്ന് നീ ഉറക്കെ പറഞ്ഞാൽ മാത്രം പോല്ല. ആരെങ്കിലും കണ്ണുരുട്ടുമ്പോ നീ പേടിച്ചിട്ടല്ല ഞാൻ മുഅ്മിനല്ല എന്ന് പറയരുത്. മറിച്ച് സുമ്മസ്തഖിം, നീ അടി ഉറച്ചു നിൽക്കണം, ചങ്കൂറ്റത്തോടു കൂടി നിൽക്കണം. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചു വീശിയാലും. പണ്ഡിതന്മാര് പറഞ്ഞല്ലോ, ഭാരതന്മാരായ ഉലമാക്കള് പറയുകയാണ്, അലാമത്തുൽ ഇസ്തിഖാമ, അടിയുറച്ച് ദീനിൽ നിലനിൽക്കുന്നതിന്റെ ഉദാഹരണം, അടയാളം എന്തെന്നറിയോ? അത് 4 കാര്യങ്ങളാണത്രേ. 4 കാര്യങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നത് ഏതുപോലെയാണ്? കൽജിബാലി, പർവ്വതത്തെ പോലെയാണ്, പർവ്വതങ്ങളെ പോലെയാ. ആ പർവ്വതങ്ങളെ പോലെയാണ് എന്ന് നമ്മൾ മൗലിദിലൂടെ പാടിപ്പുകഴ്ത്തുന്നത് ആരെ പറ്റിയാണ്? ഒരു സെക്കൻഡ് പോലും ജീവിതത്തിൽ നിന്ന് പിന്നോട്ട്, ഇസ്ലാമിന്റെ ചിട്ടയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത നിലയില് ആദർശം അകതാരിന്റെ കാമ്പിലാണ് കല്ലിട്ടുറപ്പിച്ച അള്ളാന്റെ ദീനിൽ അടിയുറച്ചു നിന്ന പ്രിയപ്പെട്ട സഹാബത്തുണ്ടവരാരാ? സഹാബാക്കൾ ഏറ്റവും പ്രമുഖരാണ്, ശ്രേഷ്ഠവാന്മാരാണ്, ബദരീങ്ങൾ അറിയുമല്ലോ. അവരെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദഹിരി ഫീ ഹിമ്മതിൻ ബൽ സാദതുൻ കുബറാ. ബദരീങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല, അവര് ചങ്കൂറ്റമുള്ള ആണുങ്ങളാണ്, ആൺകുട്ടികളാണ്. ഹുമുൽ ജിബാലു ബല, അവര് പർവ്വത സമാനമായ ചങ്കൂറ്റമുള്ളവരാണ്. കദഹിരി ഫീ ഹിമ്മതിൻ ബൽ സാദതുൻ കുബറാ, അവര് കാലം പോലെയാണ്, കാലഘട്ടത്തെ പോലെയാ. എന്തെല്ലാം പ്രശ്നങ്ങള്, പേമാരികള്, പ്രളയമായ കോവിഡായി, അതുപോലെ തന്നെ സുനാമിയായി, എന്തെല്ലാം ഉണ്ടായാലും ഫെബ്രുവരിക്ക് മാറ്റമൊന്നുമില്ലല്ലോ, മാർച്ച് മാസത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. ഒരു മാർച്ചിലാണ് COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും ഒരു മാർച്ച് കടന്നുപോയി, അതിനുശേഷം വീണ്ടും ഒരു മാർച്ച് കടന്നുപോയി. ഇതിനിടയിൽ റൗള ശരീഫ് അടച്ചിട്ടോ, പരിശുദ്ധമായ ഹറം പൂട്ടിക്കിട്ടോ, പള്ളികളായ പള്ളികൾ പൂട്ടി, മദ്രസകൾ പൂട്ടി, യതീംഖാനകൾ പൂട്ടി, അറബി കോളേജുകൾ പൂട്ടി, ബനാത്തുകൾ പൂട്ടി, മദ്രസകൾ അടച്ചു, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി, ആളുകളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു, ബാങ്കുകൾ പൂട്ടിയിട്ടു. ഇതെല്ലാം സംഭവിച്ചിട്ട് മാർച്ച് 1 കഴിഞ്ഞു പോയി, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു, ഏപ്രിൽ മാസം വന്നു, മെയ് മാസം വന്നു, ജൂൺ മാസം വന്നു, ജൂലൈ മാസം വന്നു. സഹോദരങ്ങളെ, വ്യത്യാസമൊന്നുമില്ലാതെ വീണ്ടും ഇതാ ഒക്ടോബർ മാസത്തിൽ എത്തി നിൽക്കുകയാ. ഇതിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, എവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. കാലത്തിന് മാറ്റമൊന്നുമില്ല. അതാണ് കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ, ഹിമ്മത്തിന്റെ വിഷയത്തിൽ അവരെ കാലത്തെ പോലെയാണ്. എന്തെല്ലാം കൊടുങ്കാറ്റുകൾ അടിച്ചു വീശിയാൽ, എന്തെല്ലാം പേമാരികൾ പെയ്തിറങ്ങിയാൽ, അള്ളാന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പടപൊരുതിയ ബദരീങ്ങൾക്ക് മാറ്റമില്ല, അവർക്ക് മാറ്റം വരുന്നില്ല. അവര് ചങ്കൂറ്റത്തോട് പർവ്വതത്തെ പോലെ ഉറച്ചു നിൽക്കുന്നവരാ. അതുപോലെയാകണം ഇസ്തിഖാമത്തുള്ള ഒരാള്.
പർവ്വതത്തെ പോലെയാണ്. എന്താ പർവ്വതത്തിന്റെ പ്രത്യേകത? അല്ലാ യുദീബുൽ ഹർറ് വലാ യുജമ്മിദുൽ ബർദ് വലാ തുഹർരികുഹു റീഹ് വലാ യുദ്ഹിബുഹു സൈലു. 4 പ്രത്യേകതയുണ്ട് പർവ്വതത്തിന്. പർവ്വതങ്ങൾക്ക് 4 പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? 1, ലാ യുദീബുൽ ഹർറ്. എത്ര കഠിനമായ താപം ആ പർവ്വതത്തിന് താങ്ങേണ്ടി വന്നാലും അതിങ്ങനെ ഉരുകി ഒലിച്ചു പോകൂല. എത്ര വലിയ താപം ഉണ്ടാകട്ടെ, എത്ര കഠിനമായ ചൂട്, നട്ടുച്ച നേരത്തെ അരുണന്റെ കിരണമേറ്റുകൊണ്ട് പർവ്വതത്തിന്റെ മുകൾ ഭാഗം താപം കൊണ്ട് ഇങ്ങനെ തുള്ളുമ്പോഴും അത് ഒരിക്കൽ പോലും ഉരുകി ഒലിച്ച് താഴോട്ട് വരുന്നില്ലല്ലോ ആ പർവ്വതം. വലാ യുജമ്മിദുൽ ബർദു. ശൈത്യത്തിന്റെ കഠിനമായ തണുപ്പുണ്ടാകുമ്പോ ഒരിക്കൽ പോലും ആ പർവ്വതം ഉറച്ചു പോകുന്നില്ല. ആ പർവ്വതം ഉറച്ചു പോകുന്നില്ല. 3-മത്തേത് വലാ തുഹർരികുഹു റീഹു. എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചു വീശട്ടെ, പർവ്വതം അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കും. ഇത് ഉലമാക്കൾ പറഞ്ഞതാണ്. 4-മത്തേത് വലാ യുദ്ഹിബുഹു സൈലു. മലവെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ പോലും പർവ്വതത്തിന് കുലുക്കോ ഇല്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇതുപോലെ ആകണം നമ്മൾ. ഫാസിസം നമ്മുടെ നേരെ പാഞ്ഞെടുക്കുമ്പോ, സയണിസം നമ്മുടെ നേരെ ചീറ്റപ്പുലി പോലെ വരുമ്പോൾ, സാമ്രാജ്യത്വം നമുക്കെതിരെ ഇങ്ങനെ വലിയ രൗദ്രതയോടെ കടന്നു വരുമ്പോൾ കുലുങ്ങാതെ ആണായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവന്റെ പേരാണ്, ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് അതുണ്ടാകണം. അത് എപ്പോഴോ നമ്മളിൽ നിന്ന് ചോർന്നു പോയോ അന്ന് നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലിസ്റ്റിൽ നിന്ന് ബഹുദൂരം പിന്നിലായി പോയി. ഞാൻ ഉറപ്പിച്ചു പറയാൻ, ഞാൻ ഇനി തീരുമാനിച്ചാൽ എനിക്കൊരു വലിയാകാം. ഞാൻ ഉറപ്പിച്ചു പറയാൻ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു വലിയാകാൻ പറ്റും. അള്ളാഹുവിന്റെ വലിയായി നിങ്ങൾക്ക് മാറാൻ കഴിയും. പക്ഷെ അതിന് ഉണ്ടാകേണ്ടത് ഇസ്തിഖാമത്താണ്. നമ്മളെ കൊണ്ട് പറ്റില്ല. 1 മാസം 2 മാസം കഴിയുമ്പോൾ എല്ലാം കൂടെ മൂടിച്ചതാ കിടക്കുന്നു. എല്ലാം പോയി. അതുവരെയുള്ള ദിക്റും പോയി, തസ്ബീഹും പൊട്ടിച്ച് കഴിഞ്ഞ്, മുസല്ലേ വലിച്ചീറി കളഞ്ഞ്, എല്ലാം കഴിഞ്ഞു. ഒന്നുമില്ല. ഇസ്തിഖാമത്ത് ഉണ്ടാകണം. കൊടുങ്കാറ്റടിച്ച് വീശുമ്പോൾ ആടി ഉലയരുത്. കഠിനമായ ചൂട് വരുമ്പോ ഉരുകി ഒലിക്കരുത്. ശക്തമായ തണുപ്പ് വരുമ്പോൾ ഉറച്ചു പോകരുത്. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നതാകരുത് നമ്മുടെ ഈമാൻ. അതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. സുഫിയാൻ ബിൻ അബ്ദില്ല എന്ന സഹാബിയോട് പറയുന്നു, ആമന്തു ബില്ലാഹ് സുമ്മസ്തഖിം. മുഅ്മിനാണെന്ന് പറയാ മാത്രമല്ല, ഉറച്ചു നിൽക്കാൻ മോനെ നിനക്ക് കഴിയണം. കാരണം നിന്റെ ഖൽബ് അള്ളാന്റെ കയ്യിലാണ്, വിരലുകളുടെ ഇടയിലാണ്, മറിഞ്ഞും തിരിഞ്ഞു പിരിക്കാം. അതുകൊണ്ട് നീ ഉറച്ചു നിൽക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്. ഇന്നത്തെ ഒരു ദുആ നിങ്ങൾ പഠിച്ചല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇന്നത്തെ സമ്മാനമായിട്ട് ഞാൻ പറയാൻ, എല്ലാവരും എഴുതി പഠിക്കണം. ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് എഴുതി കൊടുത്തോളി. ഉസ്താദിനോട് ചോദിച്ചാൽ മതി, ഉസ്താദ് ഒരു വരി പോലും ഇല്ല എഴുതിത്തരും. പള്ളിയിൽ ഉസ്താദ് ദ്വാരക്കൊമ്പ ഇരുന്ന് ആമീൻ പറഞ്ഞോളി. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളിൽ അല്ല, വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂന്തോട്ടത്തിലൂടെ ഉല്ലസിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലൂടെ, നമ്മുടെ വസ്തുവിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അന്നം തേടിയുള്ള യാത്രകളിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദൈനംദിന വിഷയങ്ങളിൽ, അല്ലെങ്കിൽ നൈരന്തര്യം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്തെല്ലാം ചുണ്ടിലിങ്ങനെ തട്ടിക്കളിക്കട്ടെ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക, ഞാൻ എവിടെ പോയാലും എന്റെ ഖൽബിനെ നിന്റെ ദീനിലേക്ക് ചരിക്കണേ അല്ലാ, എന്റെ ദീനിലേക്ക് എന്റെ ഖൽബിനെ നീ ചരിക്കണേ തമ്പുരാനെ. ആ ഒരു പ്രാർത്ഥന എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പിന്നെ മാപ്പ് ചോദിക്കാനൊന്നും അറിയില്ല. പറഞ്ഞത് തെറ്റിപ്പോയി, മാപ്പാക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. ആലോചിച്ച് ചിന്തിച്ച് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുകളിലൂടെ ബോംബ് വർഷിപ്പിക്കപ്പെടുന്നു, മിസൈൽ വരുന്നു, ബോംബ് തകർത്ത് കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞ് ആ കെട്ടിടങ്ങളുടെ അടിയിൽ അകപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ, ബോംബ് വർഷിക്കപ്പെടുന്ന ആശുപത്രികളിൽ,
അഭയാർത്ഥി ക്യാമ്പുകളിൽ, സ്കൂളുകളിൽ, പള്ളികളിൽ ഒക്കെ ബോംബ് വർഷിക്കപ്പെടുന്നു. ഫലസ്തീൻ മക്കളായ കുരുന്നുകൾ അപ്പൊ ചെയ്യുന്ന എന്താണെന്നറിയോ? എന്താ ചെയ്യുന്നത്? പാർക്കുകളിൽ അവർ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മുകളിലൂടെ മിസൈൽ വർഷിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവര് വിധേയപ്പെടുന്നുണ്ടോ? അവർക്ക് മതത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഈ കൊല ചെയ്യപ്പെടുന്നത് എന്ന് ബോധ്യമുണ്ടായിരിക്കവേ അവർ ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിതാ ഇസ്ലാമിൽ നിന്ന് തൽക്കാലം അങ്ങോട്ട് മാറുന്നു, ഞാനും ഇസ്രായേലിനോടൊപ്പം അങ്ങോട്ട് ചേരുന്നു, എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളെ തള്ളി പറയുന്നു, ആ ഒരു അവസ്ഥ അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അതിനാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെയൊക്കെ ഇടയിൽ പാരവെപ്പും ഒറ്റുകൊടുപ്പും അല്ലേ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി ഏതാണ്? ഇസ്തിഖാമത്തില്ല. പിന്നെങ്ങനെ നമുക്ക് വിധിക്കപ്പെട്ട എന്താണെന്നറിയോ? ആണ്ട് വരുമ്പോ ആട് ബിരിയാണി വാങ്ങുക, ബറക്കത്തായിട്ട് പോവുക, ഭാര്യ മക്കളോടൊപ്പം ഇരുന്ന് കഴിക്കുക, സന്തോഷത്തോടെ പറയുക ഇപ്രാവശ്യത്തെ ജീലാന ദിനം കെങ്കേമമായിരുന്നു എന്ന് പറയുക. ഇതാ നമ്മക്കൊണ്ട് കഴിയുക. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയാണ്. ആരെ? ഞാൻ അടക്കമുള്ള ഇന്നിന്റെ സമുദായത്തെ വിമർശിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് അവരെ പോലെ ആയിക്കൂടാ? റസൂലുള്ളാഹിനെ പോലെ ആകണമെന്നല്ല. എന്തുകൊണ്ട് ഔലിയാക്കളുടെ പട്ടികയിൽ നമുക്ക് സ്ഥാനം കിട്ടിക്കൂടാ? പ്രവാചകനോ സഹാബിയോ താബിയോ തബഅ താബിയോ ആകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് വലിയാകാൻ നമുക്ക് പറ്റുന്നില്ല? വലിയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ അത് ഇസ്തിഖാമത്ത് തന്നെയാണ്. ആ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാകണം. മുറുകെ പിടിക്കണം. നമ്മൾ പലതും കാണുമ്പോൾ നമ്മളൊക്കെ അതിൽ മഞ്ഞളിച്ച് അതിൽ നമ്മൾ ആകൃഷ്ടരായി അതിലേക്ക് നമ്മൾ അങ്ങ് ലയിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എക്കാലവും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്, ഇസ്തിഖാമത്തിന്റെ കുറവ്. അല്ലാഹു പറഞ്ഞു ഫസ്തഖീമ, നിങ്ങൾ രണ്ടുപേരും ഇസ്തിഖാമത്തോടെ നിൽക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ പലതും കാണും. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറയാ, കൊട്ടാരത്തിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ദർദായിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചനയുമായിട്ട് വരുന്ന ആളിനെ നിങ്ങൾക്കറിയോ? മുആവിയയുടെ മകൻ യസീദിന് വേണ്ടിയിട്ട് മുആവിയ ആലോചിക്കുകയാണ്, എന്റെ മകൻ യസീദിന് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? രാജകുടുംബത്തിൽ നിന്നൊരു കല്യാണാലോചന വരിക. അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, എനിക്ക് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കണ്ട, അവിടെ തോഴിമാരുണ്ട്. തുണി അലക്കണ്ട, തോഴിമാരുണ്ട്. ഏത് വാപ്പായ വീണു പോകാത്തത്? എന്റെ മകൾക്ക് ഇതിനപ്പുറം എന്ത് ജീവിതമായി ഇനി കിട്ടേണ്ടത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, എന്റെ മകളെ യസീദിന് ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ? എന്റെ മകളുടെ മതബോധം നഷ്ടപ്പെടും. എന്റെ മകൾ ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിക്കുമ്പോ എന്റെ മകളുടെ എല്ലാ മതബോധവും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഏറ്റവും നല്ല സൂഫിയായ, ഏറ്റവും നല്ല മുത്തഖിയായ ഒരു മനുഷ്യനെ, സാധാരണക്കാരനായ മനുഷ്യനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാ. അവിടെ മതബോധം നഷ്ടപ്പെടൂല. ഒരു ദിവസം പട്ടിണിയാകാം, ഒരു ദിവസം തുണിയലക്കാന് കൈക്ക് സുഖമില്ലാതിരിക്കാം, അതല്ലെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലാതിരിക്കാം, കഴിക്കാൻ ഭക്ഷണമില്ലാതിരിക്കാം. പക്ഷേ എന്റെ പൊന്നുമോളുടെ മതബോധം നഷ്ടമാകൂല എന്നുള്ളത് കൊണ്ട് തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സാധാരണക്കാരനായ മതബോധമുള്ള മനുഷ്യനെ കെട്ടിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത്, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ ഫിർഔനിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ട് നിങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ അടിയുറച്ചു നിൽക്കണേ. കാരണം എന്തുകൊണ്ടെന്നറിയോ? പലതും നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ നിങ്ങളെ കണ്ണിൽ പെടുമ്പോ വലാ തത്തബിഅനി സബീലല്ലദീന ലാ
തഅലമൂ, വിവരമില്ലാത്തവന്റെ പാഠ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് അള്ളാഹു പ്രത്യേകമായി മൂസ നബിയോട് ഹാറൂൻ നബിയോട് ഉപദേശം കൊടുത്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്ന് സൂറത്ത് യൂനുസ് പറയുമ്പോൾ എവിടം വരെയാണ് നമ്മുടെ ഇസ്തിഖാമത്ത് വേണ്ടതെന്നറിയോ? ഒരു 10-15 വർഷം നമ്മൾ നല്ല ഇസ്തിഖാമത്തോടെ ജീവിച്ചു വീണ്ടും നമ്മൾ തറയിൽ കലമിട്ടുടയ്ക്കുകയാ. അങ്ങനെയാണെങ്കിൽ വിലായത്തിന്റെ അത്യുന്നത പദവിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. എവിടം വരെയാ നമ്മളിത് കാത്തു സൂക്ഷിക്കേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറയുകയാണ്, എവിടം വരെയാണ് നിങ്ങൾ ഇസ്തിഖാമത്ത് മുറുകെ പിടിക്കേണ്ടതെന്നറിയോ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹ് പറയുകയാണ്, വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് എടുക്കണം, നീ ആരാധനകൾ അർപ്പിക്കണം, പടച്ചവന് താണ് വണങ്ങണം, അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കണം, അവന് വേണ്ടി സർവ്വതും നീ ത്യജിക്കണം, അവന് വേണ്ടി സർവ്വസമയവും നീ വിനിയോഗിക്കണം, അവന് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, അവന് വേണ്ടി ഭക്ഷണം കഴിക്കണം, അവന് വേണ്ടി ഒരാളെ സ്നേഹിക്കണം, അവന് വേണ്ടി നീ ജനങ്ങളെ വെറുക്കണം. ഇതെല്ലാം നീ ചെയ്യേണ്ടത് എവിടം വരെയാണ്? ഹത്താ യഅതിയകൽ യഖീനായ കാര്യം നിനക്ക് വരുന്നതുവരെ. എന്താണ് യഖീനം എന്നറിയോ സഹോദരങ്ങളെ? യഖീനം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രസവം യഖീനാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ 5-ാം മാസത്തിൽ അബോർഷനായി പോകാം, 6-ാം മാസത്തിൽ ചിലപ്പോൾ കുഞ്ഞ് മരിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തെന്നിരിക്കാം. ലോകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതേതെന്നറിയോ? ഒരു വയലിനൊരാളെ വിളിച്ചു, അയാൾ വരുമെന്ന് യഖീനുറപ്പില്ലല്ലോ. നമുക്കൊരിക്കലും ഉറപ്പില്ലാത്ത കാര്യമാണ്. വന്നെങ്കിൽ വന്നു, പ്രസംഗിച്ചെങ്കിൽ പ്രസംഗിച്ചു. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വയല് വെച്ചാൽ ആ വയല് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. കല്യാണത്തിന്റെ പുതിമാരന് കടന്നു വരുന്നതാണോ? എത്രയോ കതിർ മണ്ഡപത്തിൽ വെച്ചാണ് നിക്കാഹിന്റെ സമയത്ത് പുതുമാരൻ വന്നില്ല, വേറെ ഒരാളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ച എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകിട്ടുണ്ട്. പുതിയ പെണ്ണ് മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ചെറുപ്പക്കാർ എത്രയോ ഉണ്ട് കേരളത്തില്. അതുകൊണ്ട് കല്യാണം ഉറപ്പുള്ള കാര്യമല്ല. ലോകത്ത് ഉറപ്പുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതെന്നറിയോ? അതുവരെയാണ് നമ്മൾ ഇബാദത്ത് എടുക്കേണ്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, യഖീൻ എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്. മരണം എന്നത് ഉറപ്പുള്ള കാര്യമല്ലേ? ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സന്തോഷത്തിന്റെ നിമിഷത്തിലാകാ, ദുഃഖത്തിന്റെ നിമിഷങ്ങളിലാകാ, കുടുംബാദികളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാകാ, കല്യാണം കഴിഞ്ഞ് മണിയറയിലേക്ക് പോകുന്ന സമയമാകാ, അതല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകാ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകാ, ഒന്നുമല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാകാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റായീൽ കടന്നു വന്ന് റൂഹങ്ങേത്തെടുത്ത് പോയി കഴിഞ്ഞാൽ ആ വരുന്ന സമയം ഏതെന്ന് നിശ്ചയിക്കപ്പെടാൻ കഴിയാത്തതുപോലെ ഒരു മനുഷ്യൻ ഇസ്തിഖാമത്ത് എവിടം വരെയാണ്? ഒരു 10 കൊല്ലത്തേക്കല്ല, പിന്നെയോ അവന്റെ മരണം എപ്പോഴാണോ കടന്നു വരുന്നത് ആ സമയം വരെ അവൻ അടിയുറച്ചു നിൽക്കണമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് അല്ലാഹു പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പൂച്ചെണ്ടുകളും പൂമാലകളും അനുമോദനങ്ങളും അഭിവാദനങ്ങളും ഒന്നുമായിരുന്നില്ല പ്രവാചകൻ നേരിടേണ്ടി വന്നത്. മറിച്ച് കരിങ്കല്ലുകൾ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ, പ്രവാചകനെ തെറിവിളി, പ്രവാചകനെ ആക്ഷേപത്തിന്റെ ശരങ്ങൾ, പ്രവാചകനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്ത അവിടത്തെയുടെ പ്രിയപ്പെട്ട നാട്ടുകാര് ഇതെല്ലാം നേരിടുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നബിതങ്ങളോട് പറഞ്ഞെന്താണെന്നറിയോ? ഫസ്ദഅ ബിമാ തുഅ്മർ. നബിയെ, അങ്ങയോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ അടിയുറച്ചു നിന്ന് ഉറക്കെ പറഞ്ഞോളൂ നബിയെ. ഉറക്കെ പറയൂ നബിയെ. ഫസ്ദഅ, നിങ്ങൾ ഉറക്കെ പറ. നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് ഉറക്കെ പറയണം. ബിമാ തുഅ്മർ, അങ്ങയോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉറക്കെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു,
ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ആക്ഷേപിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹുവിന്റെ ഖുർആനായി പറയുന്നത്, ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ തന്റെ കൂട്ടുകാരൻ ഇന്നലെ വരെ തന്നോടൊപ്പം സിനിമാ തിയേറ്ററിൽ പോയ, ഇന്നലെ വരെ തന്നോടൊപ്പം ബാക്കിയുള്ള മുഴുവൻ ഹറാമിയത്തുകളും ചെയ്തു പോയ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കാരം തുടങ്ങിയ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനെ സതീർത്ഥ്യന്മാരെ വിളിച്ചിട്ട് പറയാ, നിങ്ങളൊന്ന് പള്ളിയിൽ വായോ, നിങ്ങളൊന്ന് നിസ്കരിക്ക്. നമ്മൾ കള്ള് ഷാപ്പിൽ പോയ കിട്ടിയ സുഖത്തെക്കാൾ വലിയ സുഖമാണ് 5 നേരം നിസ്കാരം നമ്മൾ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോ. ഇത് പറഞ്ഞിട്ട് ഒരാൾ ക്ഷണിക്കുന്ന സമയത്ത് ആളുകൾ എന്താ പറയാ? ഓ, യവൻ വലിയ മുത്തഖിയായി, യവൻ വലിയ സൂഫിയായി, യവൻ വലിയ പുള്ളിയായി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങും ആളുകൾ. അങ്ങനെ ആക്ഷേപിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം അത് നിങ്ങൾ ധൈര്യമായിട്ട് പറ. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. കളിയാക്കുന്നവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ആദരവായ പ്രവാചകനോട് പറയുകയാണ്, ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. അങ്ങയോട് കൽപ്പിച്ചത് എന്താണോ അതങ്ങ് ധീരമായി പറയണം നബിയെ. അങ്ങ് ഉത്തരവാദിത്വത്തോടുകൂടി പരസ്യമായി അങ്ങ് ദഅവത്ത് ചെയ്യണം റസൂലേ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് സമയം വരെ അല്ലാഹു നിങ്ങളുടെ ആയുസിന്റെ പുസ്തകത്തിൽ എപ്പോഴാണോ തിരശീല വീട്ടിയിട്ടുള്ളത്, ആ സമയം വരെ നിങ്ങൾ അടിയുറച്ച് നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്യണം, ഇബാദത്ത് എടുക്കണം നബിയേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം മരിക്കുന്നത് വരെ നമ്മൾ ആ ഒരു വിഷയത്തിൽ ജാഗ്രത കാണിക്കണം. മരിക്കുന്ന സമയം വരെയും നമുക്കതിൽ ഉറപ്പുണ്ടായിരിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരച്ചു. ഒരു മനുഷ്യൻ നരയ്ക്കുന്നത് എന്തിനാണ്? നമുക്കറിയാലോ, പ്രായമുള്ള ആളുകളൊക്കെ നരയ്ക്കും. ഇനി പ്രായമില്ലാതെ നരയ്ക്കുന്ന ആളുകൾ നരയ്ക്കുന്നത് ടെൻഷൻ മൂലം നരയ്ക്കാറുണ്ട്, അല്ലേ? ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നരയ്ക്കും. ഒരു മനുഷ്യന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അയാൾക്കുണ്ടെങ്കിൽ അയാൾ യുവത്വകാലത്തിൽ തന്നെ നരയ്ക്കും. അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അടയാളമായി, മരണത്തിന്റെ സൂചനയായി അള്ളാഹു അവന്റെ ശരീരത്തിന്റെ രോമങ്ങളിൽ വെള്ള വീശിക്കാൻ തുടങ്ങും. ഔലിയാക്കളായ മഹാന്മാരായ വലിയ വലിയ മഹത്തുക്കളായ കുറെ ആളുകൾ അഷ്റഫുൽ ഖൽക്കിനെ സ്വപ്നം കാണുകയാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു വലിയൊരു മഹാനെ അടുത്ത സമയത്ത് ഒരു മതപണ്ഡിതനോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം എന്നോട് പറയാൻ, വേറെ ആരുമല്ല, പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനിയോട് ജാമിയ അൻവാറുൽ ഇസ്ലാം അൻവാറുശ്ശേരിയിൽ നടന്ന സനദ്ദാന മഹാസമ്മേളനത്തിന്റെ ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന അറക്കൽ ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, അദ്ദേഹം ഈ ദുആ മജ്ലിസൊക്കെ കഴിഞ്ഞിട്ട് മഅദനി ഉസ്താദിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മഅദനി ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ അൻവാറിൽ പോകുമ്പോൾ ആ മഹാനായ ആ സൂഫിയായ മനുഷ്യൻ, അവരൊക്കെ ഭൗതിക ലോകത്തെ എല്ലാം ത്യജിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഭൗതിക ലോകമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ആ മഹാനായ മനുഷ്യൻ മഅദനി ഉസ്താദിനോട് പറഞ്ഞു പത്രേ, റസൂലുള്ളാഹിനെ കാണണ്ടേ, അള്ളാന്റെ ഹബീബിനെ നമുക്ക് കാണണ്ടേ. അത് ഒരിക്കൽ കണ്ടാ പോരാ. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ ഒരു ദിവസം കാണണ്ട, ഒരു നിമിഷം ഒന്ന് മറഞ്ഞു പോയാൽ മതി എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവര് പറയുന്ന എന്താണെന്നറിയോ? മഅദനിയോട് പറയാണ്, ഒരിക്കലും ഒറ്റവട്ടം കണ്ടിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂലിനെ നമ്മൾ കാണുന്നെങ്കിൽ കണ്ടോണ്ടേയിരിക്കണം. എന്നുറങ്ങിയാലും ഉറക്കത്തിൽ നബിതങ്ങളെ കാണണം. ആ ഒരു അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ
ഈ ഭൗതിക ലോകത്ത് നമ്മളെ പോലെ വാട്സപ്പും മുസീബത്ത് പിടിച്ച ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കും ഇതൊക്കെ ഉള്ള കാലത്ത് ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, നമ്മളെ പോലെ അരിയാഹാരം കഴിക്കുന്ന, നമ്മളെ പോലെ ദൈനംദിന ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ് ഒരിക്കൽ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടുകൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര തവണ കണ്ടിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് വലിയ മലം ചുമക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമുക്ക് വളരെ വളരെ നോർമലായിട്ട് വളരെ വളരെ കുറഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് കാണാൻ പറ്റും. അതിനുള്ള പക്വതയും പാകതയും നമ്മൾ നേടിയെടുത്താൽ മതി. അതിന് പള്ളിയിലെ ഇമാമായിരിക്കണമെന്നോ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കണമെന്നോ, ഏതെങ്കിലും സർവകലാശാലയിലെ പ്രധാന അധ്യാപകനായിരിക്കണമെന്നോ ഒന്നും നിബന്ധനയില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അള്ളാന്റെ ഹബീബിനെ കാണാൻ പറ്റും. കൂലിപ്പണിയെടുക്കുന്നവൻ, പൊരയിടത്തിൽ കിളയ്ക്കുന്നവൻ, മൺവെട്ടിയും മൺകോരിയും കൊണ്ട് ദൈനംദിന ജീവിതത്തിന്റെ വക കണ്ടെത്താൻ പാടുപെടുന്ന പാവപ്പെട്ടവനെ കാണാൻ പറ്റും. അതിലൊരു സംശയമില്ല. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറെ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവര് ചോദ്യം ചോദിച്ചു. എന്താണ് അവര് കണ്ട സ്വപ്നം? അവർ അള്ളാന്റെ ഹബീബിനെ കണ്ടപ്പോ സ്വപ്നത്തിൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ് ബലഗനാ അന്നക ഖുൽത സയ്യബതിനി ഹൂദ്. നബിയേ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അങ്ങ് പറഞ്ഞ കാര്യം സയ്യബതിനി ഹൂദ്, ഹൂദ് എന്ന സൂറത്താണ് എന്നെ നരപ്പിച്ചതെന്ന് അങ്ങ് പറഞ്ഞ ഹദീസ് ഞങ്ങൾ കേട്ടു റസൂലേ. അത് ഞങ്ങൾ പഠിച്ചു റസൂലേ, ഞങ്ങൾ ഒരുപാട് പഠിച്ചവരാണ് ഹബീബേ. എന്നാ ഞങ്ങൾക്കറിയേണ്ടത് ഫമല്ലദീ ശയ്യബക മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്ന് ഏതാണ് നബി അങ്ങ് നരപ്പിച്ചത്? ആ ഹൂദ് എന്ന സൂറത്തിൽ നിന്ന് ഏത് ആയത്താണ് അങ്ങ് നരപ്പിച്ചതെന്ന് പറഞ്ഞു തരുമോ റസൂലേ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളായ പണ്ഡിത മഹത്തുക്കളാണ് സ്വപ്നത്തിലൂടെ ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കറിയാം അങ്ങയെ നരപ്പിച്ചത് ഹൂദ് എന്ന സൂറത്താണ്. ആ ഹൂദ് എന്ന് പറയുന്ന സൂറത്തിൽ ഏത് ആയത്താണ് അങ്ങയെ നരപ്പിച്ചത്? ഖസസുൽ അംബിയാ, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചരിത്രം കേട്ടപ്പോഴാണോ? വഹലാകുൽ ഉമമി, ആ സമുദായത്തിലെ നേതാക്കന്മാരടക്കമുള്ള, അവിടത്തെ പ്രഭുക്കന്മാരടക്കമുള്ള ആളുകൾ അള്ളാന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കാതെ അവരിൽ നിന്ന് ഓടി ഒളിച്ചപ്പോൾ അവരെ നശിപ്പിച്ചതിന്റെ കഥകൾ, അവരെ നശിപ്പിച്ചതിന്റെ വാർത്തകൾ അങ്ങ് ഖുർആനിലൂടെ കേട്ടപ്പോഴാണോ അങ്ങ് മരിച്ചുപോയത് റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഫഖാല ലാ, അമ്പിയാക്കളുടെ ചരിത്രമല്ല എന്നെ നരപ്പിച്ചത്, അവരുടെ സമുദായത്തിന്റെ നാശമല്ല എന്നെ നരപ്പിച്ചത്, വലാകിൻ ഖൗലുഹു തആലാ, ഹൂദ് എന്ന സൂറത്തിലെ ഒരു ആയത്താണ് എന്നെ നരപ്പിച്ചത്. ഹൂദ് എന്ന സൂറത്ത് നിങ്ങൾ എടുക്കുമോ? എന്നിട്ട് 11ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് എടുക്കുമോ? അതിങ്ങനെ ഓതി വരുമ്പോൾ നമുക്ക് കാണാം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹൂദ് എന്ന സൂറത്തിന്റെ 11ാമത്തെ സൂക്തം, ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഫസ്തഖിം കമാ ഉമിർത. നബി അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങയോട് അല്ലാഹു പറയുന്നു, ഞാൻ എന്താണോ കൽപ്പിച്ചത് അതുപോലെ അങ്ങ് അടിയുറച്ചു നിൽക്കൂ നബിയേ. അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അടിയുറച്ചു നിൽക്കണേ റസൂലേ എന്ന ആയത്തെത്തിയപ്പോൾ
ശയ്യബത്തിനീ ഹൂദ്. ആ ഒരൊറ്റ ആയത്ത് കൊണ്ട് എനിക്കങ്ങ് നര വന്നു. ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഞാൻ അങ്ങ് നരച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 40 വർഷത്തോളം ജീവിച്ചിരിക്കുന്നവര് 15 വർഷമൊന്ന് മാറ്റിവെച്ചാൽ സഹോദരിമാർ 25 വർഷത്തോളം പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ടല്ലോ. റമളാൻ മാസത്തിൽ ഖത്മ് ചെയ്യുമ്പോൾ എത്രയോ വട്ടം ഹൂദ് എന്ന സൂറത്തിലൂടെ ഈ ആയത്ത് നിങ്ങൾ ഓതിപ്പോയി. എന്തുകൊണ്ടാ നിങ്ങൾ നരക്കാത്തത്? എന്തുകൊണ്ടാ നിങ്ങൾ ഞെട്ടാത്തത്? എന്തുകൊണ്ടാ ഞാനും നിങ്ങളും ഭയപ്പെടാത്തത്? അതിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് കൊണ്ടാ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പോലും നരച്ചുപോയ ആയത്തേതാണ്? ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹ് പറയുന്നു, നിങ്ങളോട് ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. അള്ളാന്റെ റസൂൽ അത് മനസ്സിലാക്കിയിട്ട് നരച്ചുപോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും ഭീകരമായ ഒരു കാര്യമാണ് അടിയുറച്ച് നിൽക്കലെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ അടിയുറച്ച് നിന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതിൽ ഏറ്റവും പ്രധാനിയും പ്രമുഖനും പ്രശസ്തനും പ്രസിദ്ധനുമാണ് ഔസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു. അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ആസ്വാദ്യകരമായ ആ അനുഭൂതി നമുക്ക് ലഭിക്കാതെ പോകും. അപ്പൊ നമ്മൾ കരുതും, ഞാൻ എന്തിനിങ്ങനെ നിൽക്കണം? ചിലപ്പോൾ നമുക്ക് ദീനിയായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനിസ്ലാമിക പ്രവർത്തനങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല. കൊല്ലം ജില്ലയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 സ്ഥലത്തൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഈ ഉറൂസൊക്കെ കുറവാണ് അല്ലേ? ഉറൂസ് എവിടെയെങ്കിലും ഉണ്ടോ കൊല്ലം ജില്ലയിൽ? തങ്ങളെ വളരെ കുറവെന്നാ തോന്നുന്നത്. ഉറൂസ് നല്ലതാണ്, ഉറൂസ് നല്ലതാണ്. ഉറൂസ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മണ്ണിൽ, അവര് മറമാടപ്പെട്ട മണ്ണിൽ ഖുർആൻ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയെ പറ്റി അള്ളാഹു പറഞ്ഞത് ചുറ്റും ബറക്കത്ത് എന്നാണ്. ഈ ചുറ്റും ബറക്കത്ത് വന്ന എന്തുകൊണ്ടാണ്? തക്കാവുള്ളത് കൊണ്ടല്ല, നിസ്കാരപ്പള്ളി അതിന്റെ ചുറ്റുമുള്ളത് കൊണ്ടല്ല. ഈ ചുറ്റും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ വീടുകൾ അവിടെയായിരുന്നു. അവരുടെ കാലശേഷം അവരുടെ ഖബറുകൾ അവിടെയാണ്. അവരുടെ ഖബറുകൾ അവിടെയാണ്. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു നാട്ടില് ചിലപ്പോൾ ഒരു നായകൻ ഉണ്ടാവും, ഒരു നവോത്ഥാന നായകൻ. ചില മണ്ണുകളിൽ അങ്ങനെയുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തി മരണപ്പെട്ട്, ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ ഖബറടക്കിയിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ജനകീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇതിനൊക്കെയാണ് ഉറൂസ് എന്ന് പറയുക. കൊല്ലം ജില്ലകളിൽ അത് വളരെ കുറവാണ്. എന്നാൽ പല ജില്ലകളിലും ആ ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന പല അനിസ്ലാമിക പ്രവർത്തനങ്ങൾ, അത് പണ്ഡിതന്മാര് കൃത്യമായി അത് പറഞ്ഞുകൊടുത്ത്, അത് പാടില്ല എന്ന് പറഞ്ഞ് മതത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ പരിവേഷം കെട്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പണ്ഡിതന്മാർ മുൻകൈ എടുത്തുകൊണ്ടിരിക്കണം. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് ചെയ്യുന്നുണ്ട്, അതൊരളവോളം വിജയിക്കുന്നുമുണ്ട്, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മൾ പറയേണ്ടി വരുമ്പോൾ നമുക്കൊരുപാട് തെറിവിളി കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറെന്തെങ്കിലുമൊക്കെ പേരിലുള്ള അനാചാര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകണോ അവിടേക്ക് പോകണോ എന്നൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസാക്ഷി നേരെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ആ മനസാക്ഷി അല്ലെങ്കിൽ ഹവൻ നഫ്സ് അല്ലെങ്കിൽ ജഡികേച്ഛ, ഇതിനെ നമ്മൾ കടിഞ്ഞാനിട്ടിട്ട് നമ്മൾ നേരെ പള്ളിയിൽ പോകാനുള്ള ഒരു മനസ്സ് കാണിക്കണം. നമുക്ക് ആ സുഖം കണ്ടെത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ആ സുഖം നമുക്ക് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അടിയുറച്ച് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്.